നമസ്കാരം, കോൺഗ്രസ്കാരനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ്. എനിക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കോൺഗ്രസ് നേതാക്കൾ എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം പേര് മാത്രമേ എൻ്റെ മനസ്സിൽ ഇൻബിൽട്ടായിട്ട് കിടക്കുന്ന കുറേ പേരുകളുണ്ട്. അതിൽ ചില പേരുകളുടെ കൂടെ അവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ MLA കൂട്ടി വായിക്കും. എൻ്റെ മനസ്സിൽ തിരുവനന്തപുരത്ത് ഒരു MLA എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു അറിയാമെന്നുള്ള ഒരു തീപ്പൊരി നേതാവുണ്ട്. വേറെ ആരുമല്ല, ഇപ്പോൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും, തിരുവനന്തപുരത്തിൻ്റെ തീപ്പൊരി നേതാവായ ശ്രീ ശരത് ചന്ദ്ര പ്രസാദ് MLA എന്ന് തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത്. സാർ നമസ്കാരം. വളരെയധികം സന്തോഷം ഇങ്ങനൊരു പോഡ്കാസ്റ്റിൽ സാറിനോട് ഷെയർ ചെയ്യാൻ പറ്റിയത് എൻ്റെ സന്തോഷമായിട്ട് ഞാൻ അറിയിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ പറഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് പണ്ട് മുതൽ അറിയാമെന്നുള്ളത് ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത് ഒരു MLA ആയിട്ടാണ് എനിക്കറിയാമെന്നുള്ളത്. അപ്പോൾ സാറ് എപ്പോഴും ഈ പൊതുനിരത്ത് അല്ലെങ്കിൽ പുതുമുഖ രാഷ്ട്രീയത്തിൽ മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് MLA അല്ലെങ്കിൽ ആ പട്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ടും രാഷ്ട്രീയ പ്രവർത്തകൻ നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെ കഴിയുന്നു കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഒരു റെസ്റ്റ് പോലും എടുക്കാതെ ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാനായിട്ട്? എവിടെ നിന്നാണ് സാറിന് എനർജി? ഇതൊരു ശീലമാണ് എൻ്റെ. ഞാനൊരു വിദ്യാർത്ഥി പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന സമയം മുതൽ വിശ്രമിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഒരു കാര്യമേറ്റാൽ അത് ഫുൾഫിൽ ചെയ്യുന്നത് വരെ അതിൻ്റെ പുറകെ നിൽക്കുക എന്നുള്ളതാണ്. മറ്റൊന്നൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് അക്കമിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു ചെക്ക് ലിസ്റ്റ് വരെ തയ്യാറാക്കി അതിൻ്റെ അന്ത്യം വരെ പൂർണ്ണമാകുന്നത് വരെ നിൽക്കുന്നൊരു സ്വഭാവമാണ്. അതുകൊണ്ട് റെസ്റ്റ് എന്ന് പറയുന്ന ജീവിതത്തിൽ ഇതുവരെ ഇല്ല. ഇനി റെസ്റ്റ് ഇൻ പീസിൽ മാത്രമേ നമുക്ക് റെസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമുള്ളൂ. അങ്ങനെയാണ്. അത് അധികാരമോ മറ്റു സാധനങ്ങളോ അല്ല. രാഷ്ട്രീയ കാര്യങ്ങളിലാണെങ്കിലും സാമൂഹിക കാര്യങ്ങളിലാണെങ്കിലും എനിക്ക് ഒരുപാട് ആക്ടിവിറ്റീസുണ്ട്. ഞാനൊരു വിദ്യാർത്ഥി പ്രവർത്തകനായിട്ടാണ് എൻ്റെ പൊതുരംഗം ആരംഭിച്ചതെങ്കിലും എനിക്ക് എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ ട്രേഡ് യൂണിയൻ രംഗത്ത് കൂടി ശ്രദ്ധ വയ്ക്കേണ്ട സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത് വ്യവസായശാലകളുമായി ബന്ധപ്പെട്ട്. അത് എൻ്റെ നാട്ടിൽ ഉണ്ടായിരുന്ന ട്രാവൻകൂർ റബ്ബർ വർക്ക്സ്, രാജഭരണകാലം മുതലുണ്ടായിരുന്ന ട്രാവൻകൂർ റബ്ബർ വർക്ക്സ് ചാക്ക, അത് ഒടുവിൽ എയർപോർട്ടിന് അക്യൂർ ചെയ്യുന്ന കാലം വരെയും അതിൻ്റെ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അന്തരിച്ചു പോയ സ്പീക്കറായിരുന്ന ശ്രീ G. കാർത്തികേയനെ പ്രസിഡൻ്റാക്കി. അദ്ദേഹം അന്ന് യുവജന നേതാവ്, ഞാൻ വിദ്യാർത്ഥി നേതാവ്. അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ജോലി കഴിഞ്ഞാൽ അടുത്ത ജോലി. അപ്പോൾ ഇത് പ്രത്യേക ജോലിയാണെന്ന് തോന്നാത്ത രീതിയിൽ ഓരോ കർമ്മരംഗത്തേക്കാണ്. പിന്നെ ഒരു കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ഞാൻ ലഹരി വിരുദ്ധ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ, പുതിയ തലമുറയെ, അതായത് ഒരുപാട് ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ഇത് വന്നപ്പോൾ കുട്ടികളിൽ ദേശീയ ബോധവും കലാകായിക രംഗത്തെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനുമായി ഞാനൊരു ഓർഗനൈസേഷൻ തുടങ്ങിയതാണ്. അത് എനിക്ക് തോന്നുന്നു താങ്കളുടെ സഹോദരി അടക്കമുള്ളവർ എൻ്റെ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു സിനിമാ താരമായിട്ടാണ് അവരെ പരിചയപ്പെടുന്നതെങ്കിലും അത് പിന്നെ താങ്കളുടെ പിതാവും എല്ലായിട്ടുള്ള ആഴങ്ങളിലുള്ള വേരോട്ടം ഒരു ബന്ധങ്ങളിലേക്ക് വന്ന സമയമായിരുന്നു. അങ്ങനെ എനിക്ക് കേരളത്തിൽ 10,000-കണക്കിന് കൊച്ചു കൂട്ടുകാരെ ഭയമില്ലാതെ കലാരംഗത്ത് വരാനും പൊതുവേദികളിൽ വരാനും അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രമുഖയായൊരു കുട്ടി എന്ന് പറയുന്നത് പ്രിയങ്ക നായർ. പ്രിയങ്ക നായർ മലയാള സിനിമയിലെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയതാണ്. ആ കുട്ടി ഇന്നും ഇപ്പോൾ വളർന്നു വലുതായി വലിയ നടിയായി ഇപ്പോൾ സജീവമായി കലാരംഗത്ത് നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് പേരെ ഇതിൽ കൂടി എനിക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയും രാഷ്ട്രീയ പ്രവർത്തനത്തിന് നല്ലൊരു ശതമാനം ഇപ്പോൾ സാമൂഹിക പ്രവർത്തനം, സോഷ്യൽ ആക്ടിവിറ്റീസ് പോകുന്നു എന്ന് പറയും. ഞാൻ ആലോചിക്കുന്നത് വാട്ട് ഈസ് പൊളിറ്റിക്കൽ വർക്ക്? പൊളിറ്റിക്കൽ വർക്ക് മീൻസ് 100% സോഷ്യൽ വർക്ക്. അല്ലാതെ സമരം ചെയ്യുന്നതും പിക്കറ്റ് ചെയ്യുന്നതും അറസ്റ്റ് വരിക്കുന്നതുമാണ് രാഷ്ട്രീയ പ്രവർത്തനം. കൺസെപ്റ്റ് മാറി, കാലം ഒരുപാട് മാറി. നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പുതിയ ചുവടുവെപ്പിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ആളുകളും ചിന്തിക്കുന്നത് എനിക്കെന്ത് കിട്ടും, എനിക്ക് എന്തുണ്ട്, അതെ എൻ്റെ കുടുംബത്തിന് എന്തുണ്ട്, ഞാൻ അങ്ങോട്ട് വോട്ട് ചെയ്താൽ വരുന്ന ഗവൺമെൻറ്റോ ജനപ്രതിനിധികളോ എനിക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ആളുകൾ ആ ഒരു ചിന്തയിലാണ്.
ചിലപ്പോൾ നമുക്കതിനെ സ്വാർത്ഥതയെന്ന് പറയാം, ചിലപ്പോൾ വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ്റെ അവകാശമാണ് എന്നൊരു തോന്നലാകാം. അല്ല, പക്ഷേ സാറ് ഇത് ഈ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴും ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്, നമ്മളൊരു ലീഡറിനെ കാണുമ്പോൾ നമുക്കൊരു ആവേശമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എങ്ങനെയാണ് ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്ന് പറയുന്നത്, കൈതമുക്ക് എന്ന് പറയുന്ന അമ്മങ്കോലിൻ്റെ അവിടെ എനിക്കൊരു 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ കൊണ്ട് നിർത്തിയിട്ട് ഭയങ്കര ജനക്കൂട്ടമാണ്. കുറേ എന്നെങ്ങനെ പൊക്കിയെടുത്ത് കാണിച്ചു. ആ ജനക്കൂട്ടം ആരെയാണ് നോക്കുന്നത്, കേക്കർനാരൻ എന്ന് പറയുന്ന ഒരു ഫിഗർ കയറി വരികയാണ്. അതെനിക്ക് ഭയങ്കര ആവേശം ഉണ്ടാക്കി. ഒരു പക്ഷേ സാറിന് അത്ര കുറേ ആൾക്കാരുടെ പിൻബലം, ഇപ്പോൾ കണ്ണൻ സാറിൻ്റെ ഇത് പോലെ ഞാൻ ഈ ഫയർ ബ്രാൻഡ് എന്ന് പറഞ്ഞില്ലേ, ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ ഒരു മിന്നൽ പോലത്തെ ഒരു ഫയർ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് എത്ര കോൺഗ്രസ് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കപ്പുറം ഒരു ഫയർ ബ്രാൻഡ് പൊളിറ്റീഷ്യൻ, അതായത് എനിക്ക് തോന്നുന്നു പിൽക്കാലത്ത് വന്ന ജനറേഷനിലൊന്നും കാണാത്ത ഒരു ഫയറുണ്ട് സാർ, ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും സാറ് കഴക്കൂട്ടത്തേക്ക് ചെന്ന് പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന അഭിപ്രായങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ആ അഭിപ്രായങ്ങളെന്ന് പറഞ്ഞാൽ ഇതേ ഫയർ ബ്രാൻഡാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഒരു അടിമത്ത മനോഭാവം എന്നിലുണ്ടായിട്ടില്ല, ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും വന്ന് ഇന്നത് ചെയ്യണമെന്ന് ഇങ്ങോട്ട് ശാസിച്ചാൽ അങ്ങനെ കേൾക്കാനുള്ള മനസ്സെനിക്കില്ല. എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട്, എൻ്റെ രീതിയുണ്ട്, എൻ്റെ ശൈലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ ഭയങ്കരമാണ്. ഞാൻ 2 തവണ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഞാൻ മരിച്ചു എന്ന് 1983 ഒക്ടോബർ 26 ഇല്ലേ? അത് അടക്കം 81-ലും എന്നെ ആയുർവേദ കോളേജിൻ്റെ അവിടെ വെച്ച് പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വാരിക്കുന്തം കൊണ്ട് എൻ്റെ മുതുകത്ത് ഹൃദയഭിത്തിയിൽ വരെ, ആ മുതുകത്തൂടെ കുത്തിയിറക്കി ഹൃദയഭിത്തിയിൽ വരെ വന്നിങ്ങനെ കൊള്ളുന്ന, തൊട്ട് നിൽക്കുന്ന സ്ഥിതി ഉണ്ടായി. എൻ്റെ ഓർഗൻസ് എല്ലാം പുറത്തു ചാടി. എൻ്റെ ഒരു ആത്മധൈര്യം കൊണ്ടാണ് അന്ന് മെഡിക്കൽ കോളേജിൽ തിരിച്ചു വന്നത്. ചെമ്പഴന്തി എസ് കോളേജിൽ 83-84 കാലഘട്ടത്തിൽ സഖാവ് ഇ.കെ. നായരുടെ സാന്നിധ്യത്തിൽ എൻ്റെ കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് കോളേജ് ഗ്രൗണ്ടിൽ മലയാണ്, അതിൻ്റെ താഴോട്ട് എന്നെ വലിച്ചെറിഞ്ഞു. സാർ ഈ ഇടയ്ക്ക് ആ കോളേജിലൊരു വിസിറ്റ് നടത്തിയായിരുന്നു അല്ലേ? ഞാൻ ഇപ്പോഴും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റാണ്. എൻ്റെ പ്രചരണം ആരംഭിക്കുമ്പോൾ ഞാൻ എന്നെ വെട്ടിയിട്ട് എൻ്റെ താഴേക്കെറിയുമ്പോൾ ഒരു വലിയ ഇഷ്ടിക എൻ്റെ മുതുകത്ത് ഈ മുറിവിൽ കൂടി കയറിപ്പോയി. ഇത് ഒരു പുനർജന്മമാണ്. അതെ. അപ്പോൾ അവിടെ നിന്ന് താഴെ വീണ് ഒരു ആൾക്കാർ വന്ന് അതെടുത്ത് മാറ്റി എന്നെ കൊണ്ടുവരുമ്പോൾ ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മരിക്കും, എന്തായാലും ഈ മണ്ണിൽ എൻ്റെ ചോര വിട്ട് ഇവിടെ കിടത്താൻ പറഞ്ഞു. കോളേജിൻ്റെ മുമ്പിൽ ആ റോഡുമായി ബന്ധപ്പെട്ട് വരുന്ന അവിടെ എന്നെ കിടത്തി. ഇപ്പോൾ എന്നെ ചോദിച്ചില്ലേ കോളേജിൽ പോയെന്നുള്ളത്. ഞാൻ എൻ്റെ പ്രചരണം തുടങ്ങുന്ന ദിവസം എന്നെ കിടത്തി ആ മണ്ണിൽ പോയി തൊട്ടു തൊഴുതിട്ടാണ് വന്നത്. സാറിന് എത്ര ഇമോഷണലായി, എങ്ങനെയായിരുന്നു അത്? ഒരു മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ താങ്ങാവുന്നുള്ളത് ഒരു പുനർജന്മം മുന്നിൽ കാണുകയാണല്ലേ? രാഷ്ട്രീയത്തിന് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി ആണ് അന്നതെല്ലാം ഏറ്റത് അല്ലേ? എനിക്കൊരു കുഴപ്പം, ഞാൻ ഹൃദയം കൊണ്ട് രാഷ്ട്രീയം കളിച്ചവനാണ്. തലച്ചോറ് കൊണ്ട് ഞാൻ രാഷ്ട്രീയം ഇതുവരെ കളിച്ചിട്ടില്ല. അതാണ് ഞാൻ ഈ പഴയ കാര്യങ്ങൾ, എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതും കോളേജ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അറിയാതെ എൻ്റെ തൊണ്ട ഇടറുകയും കണ്ണ് നിറഞ്ഞു പോവുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഒരു വേണമെങ്കിൽ കട്ട് ചെയ്യാം. അത് കുഴപ്പമില്ല. എനിക്ക് കെ കരുണാകരനെ കുറിച്ച് പറയുമ്പോഴും ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോഴും എൻ്റെ അച്ഛനമ്മമാരെക്കുറിച്ച് പറയുമ്പോഴും എനിക്കുണ്ടാകുന്ന അങ്ങനെ ഒരു, ഞാൻ ഇമോഷണലാണ് അത്തരം കാര്യങ്ങൾ. അതുപോലെയാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ഇമോഷണൽ ആവുന്നത്? ഞാൻ അത്രയും സിൻസിയറായിരുന്നു. ഇപ്പോഴും ചില ആളുകളൊക്കെ കാണിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. അന്ന് സോഷ്യൽ മീഡിയയിലോ ഒന്നുമില്ല, വെറും പ്രിൻ്റഡ് മീഡിയ മാത്രമുള്ളൊരു കാലഘട്ടമാണ്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ പോയി തൊഴുത് അവിടെ തുടങ്ങുമ്പോൾ എനിക്ക് അറിയാതൊരു ഊർജ്ജം എനിക്കുണ്ടായി. ഞാനൊരു പഴയ KSUക്കാരനായി മാറിയപ്പോൾ ആ ഒരു പഴയ ഊർജ്ജം കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇന്ന് കോൺഗ്രസ്സിനകത്ത് എന്നെപ്പോലെ ഇത്രയും ഭീകരമായ മർദ്ദനമേറ്റ, മരണവുമായി മല്ലിട്ട ഒരാളും ഉണ്ടെന്ന് തോന്നുന്നില്ല. മർദ്ദനമേറ്റ് മരിച്ചവരുണ്ടാകും. ഭീകരമായി എൻ്റെ ഈ കൈയുടെ വിരൽത്തുമ്പ് മുതൽ പാദത്തിൻ്റെ വിരൽത്തുമ്പ് വരെ കഷ്ണങ്ങളായി വെട്ടിമുറിച്ചതാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഇന്ന് കേരളം ഭരിക്കുന്ന മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരുന്നു അതിനകത്ത്. എനിക്കറിയാം, വളരെ വ്യക്തമായിട്ട് എതിരാളി. പക്ഷേ അത് പറയുമ്പോൾ ഒരു ചെറിയൊരു കാര്യം ഇടയ്ക്കേറി പറയല്ല. 1983 യൂണിവേഴ്സിറ്റി കോളേജ് ചെയർമാനായി താങ്കൾ വരുമ്പോൾ
ഈ പറയുന്ന ഓപ്പോസിറ്റിരിക്കുന്ന മന്ത്രിയെ തോൽപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. തോൽപ്പിച്ചുകൊണ്ടാണ്. അത് ഒരു ചരിത്ര നിമിഷമായിരുന്നു, ആരും പ്രതീക്ഷിക്കാത്തതാണ്. കാരണം 7 സർവകലാശാലകളുടെ യൂണിവേഴ്സിറ്റി ചെയർമാനായിട്ടാണ് സാർ ആ 7 ജില്ലകളിൽ. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ കേസിനെ ശക്തിപ്പെടുത്തുന്ന ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. 78 എമർജൻസിക്ക് ശേഷം നഷ്ടപ്പെട്ട സർവകലാശാല യൂണിയൻ 82-83 എന്നിലൂടെയാണ് തിരിച്ചു പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത വർഷം, അത് സാറിന് അറിയാമെന്ന് അറിയത്തില്ല, ഈ സാറ് ആ ഇലക്ഷന് പരാജയപ്പെട്ടപ്പോൾ കേരളത്തിലുള്ള എല്ലാ സർവകലാശാലകളിലും ആഘോഷം നടത്തി. കാരണം ശരത്ചന്ദ്ര പ്രസാദിനെയാണ് തോൽപ്പിച്ചതെന്ന് പറഞ്ഞത്. അപ്പം അത്രയും വലിയൊരു ഫിഗറായിരുന്നു, പൊളിറ്റിക്കൽ ഫിഗറായിരുന്നു. ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് ഒരു ഇത് വരുമ്പോൾ ഇത്രയൊക്കെ ഭയങ്കര വെട്ടേറ്റും പീഡനം അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോഴും സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വളരെ ലാളിത്യം നിറഞ്ഞ, നന്മ നിറഞ്ഞ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാണ് സാറിൻ്റെ ദിവസം അവസാനിപ്പിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തുറക്കുമ്പോൾ നമ്മൾ വളരെ കുറേ നന്മകളുടെ വാക്കുകളാണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ സാർ ശരിക്കും പറഞ്ഞ ഒരു നന്മയുടെയും സന്തോഷത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒരു മെസ്സേജാണ് പലപ്പോഴും സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ ജീവിതത്തിൽ എത്ര ഉന്നതിയിലെത്തിയാലും നമ്മൾ നന്മകൾ മറക്കാൻ പാടില്ല, വന്ന വഴി മറക്കാൻ പാടില്ല. നന്മ എന്ന് പറയുന്നത് നമുക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന നേട്ടമല്ല, നമ്മളിൽ കൂടി മറ്റുള്ളവർക്ക് കിട്ടുന്ന സുഖവും സന്തോഷവുമാണ് നന്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ, എനിക്ക് എൻ്റെ ബോധമനസ്സിൽ ബോധ്യമാകുന്ന ചില സന്ദേശങ്ങൾ അത് ഞാൻ, ചില ആളുകൾ പറയും ഒരു സീനിയർ രാഷ്ട്രീയക്കാരനല്ലേ ഇതൊക്കെ ഇടുന്നത് മോശമല്ലേ, എത്രയോ രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങൾ ഇടാറുണ്ട്, കൂട്ടത്തിൽ ഞാനൊരു പച്ചയായ മനുഷ്യനാവണ്ടേ, ഞാനൊരു നന്മ എന്ന് ഞാൻ സ്വയം അവകാശപ്പെട്ട പോരല്ലോ, ഞാനത് പ്രാവർത്തികമാക്കണ്ടേ, ഞാനൊന്ന് പറയാനെങ്കിലും ശ്രമിക്കണ്ടേ. അപ്പോൾ പല ആളുകളും പറയാറുണ്ട്, കേട്ടോ അത് കൊള്ളാൻ കേട്ടോ, നല്ല സൂക്തമായിരുന്നു, നല്ല ഡയലോഗായിരുന്നു. അല്ല, ഞാനത് പറയുന്നത് നമ്മൾ ചിലപ്പോൾ എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്സോടുകൂടിയൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ ജീവിതം, വളരെ സമാധാനമായിട്ട് കാണും. അതും ഇങ്ങനൊരു തീപ്പൊരി നേതാവിൽ നിന്ന് വരുമ്പോൾ ആ അന്തരം ഭയങ്കര രസകരമാണ്. അത് പറയുമ്പോഴും സാറ് ഈ പറയുന്ന നന്മയും ഈ ഫയറും എല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ എനിക്കറിയാമെന്നുള്ളത് ലാസ്റ്റ് നിമിഷം വരെ തിരുവനന്തപുരം കഴക്കൂട്ടം സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 5 വർഷമായിട്ടുള്ള ഡിസ്കഷൻ്റെ ഭാഗമാണ്. എനിക്ക് സാറിന് തുറന്നറിയാം, പലപ്പോഴും അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഭയങ്കര തലവേദനയായിരുന്നു. പല ഫാക്ടേഴ്സ്, പല കാര്യങ്ങളെല്ലാം ഇത് ചെയ്തിട്ട് ഇത്രയും ശക്തനായ ഒരാളില്ലെങ്കിൽ കഴക്കൂട്ടം തിരിച്ച് കോൺഗ്രസിലേക്ക് വരില്ല എന്നൊരു AICCയുടെ തന്നെ ഒരു തീരുമാനത്തിൻ്റെ ആയിട്ടാണ് സാറ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളിൽ സാറൊന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ പോലും ഈ വന്നത് വളരെ ശക്തമായ ഒരു കൊടുങ്കാറ്റ് പോലെ, രജനീകാന്ത് പറയുന്നത് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാണ് വരുക എന്നുള്ള രീതിയിലാണ് സാറ് ഇപ്പോൾ കഴക്കൂട്ടത്തേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ആവേശം ആ മണ്ഡലത്തിൽ മുഴുവൻ നിറഞ്ഞ് കാണുന്നുണ്ട് ഇപ്പോൾ. സാർ ഇത് പ്രതീക്ഷിച്ചു. ഞാനിത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം, സാമ്പത്തികമായി ആയിരങ്ങൾ അല്ലെങ്കിൽ കോടികൾ എറിഞ്ഞിട്ടല്ല സാർ ഈ ആവേശം ഉണ്ടാക്കുന്നത്. സാറിൻ്റെ വാക്ചാതുര്യവും സാറിൻ്റെ സിൻസിയറിറ്റിയും കൊണ്ടാണ് ഈ ആവേശം ഉണ്ടാക്കുന്നത്. സാറിന് എത്രമാത്രം ഈ കഴക്കൂട്ടത്തിനെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് സാർ വിശ്വസിക്കുന്നത്? ഞാനിപ്പോൾ പറഞ്ഞില്ലേ, രജനീകാന്തിൻ്റെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി, ഈ വാക്ക് തന്നെയാണ് അവിടെ പലയിടത്തും പ്രസംഗിക്കുന്നത്. കാരണം ചിലപ്പോൾ ചില ആളുകൾ പറയും ശരത്തിൻ്റെ ബോർഡ് കുറവാണ്, പോസ്റ്റർ കുറവാണ്. എനിക്ക് എൻ്റെ എതിർ 2 സ്ഥാനാർത്ഥികളോടൊപ്പം സാമ്പത്തികമായി പിടിച്ചേക്കാൻ പ്രയാസമാണ്, രാഷ്ട്രീയമായി ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എടുത്ത് ചോദിച്ചില്ലേ, ഞാൻ വാർഡ് പ്രസിഡൻ്റായിരുന്ന തിരുവനന്തപുരം അസംബ്ലി മണ്ഡലത്തിൽ, ഞാൻ KPCC മെമ്പറായിരിക്കുന്ന തിരുവനന്തപുരം അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഈ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ ഞാനൊരു 25 കൊല്ലത്തിന് മുമ്പ് ആഗ്രഹിച്ച ആളാണ്. 25 കൊല്ലത്തിന് മുമ്പ് ഞാൻ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ ആഗ്രഹിച്ച ആളാണ്. എന്തിനാ, കഴിഞ്ഞ കൊല്ലം പോലും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും, അതിൻ്റെ മുമ്പേ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നഷ്ടപ്പെട്ടതാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഈ സീറ്റ് ഞാൻ തിരിച്ചു പിടിക്കാമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ അന്ന് എനിക്ക് പാർട്ടിക്കകത്ത് ഉള്ള നാടകങ്ങളുടെ പേരിൽ എനിക്ക് സീറ്റ് കിട്ടി. സീനിയർ നേതാവിന് പോലും നാടകങ്ങൾ നേടേണ്ടി വന്നു. അതെ, എനിക്ക് സീറ്റ് കിട്ടിയില്ല. പക്ഷേ ഞാനിവിടെ നിന്നു. പക്ഷേ ഞാൻ ഈ കാര്യമായിട്ട് നിൽക്കുമ്പോൾ എന്നെ ഡൽഹിയിൽ വിളിപ്പിച്ചിട്ട്, തിരുവനന്തപുരമല്ല പാർട്ടിക്ക് ശരത്തിന് ആവശ്യം കഴക്കൂട്ടമാണ്, ഈ പാർട്ടിയിൽ നിലവിൽ ശരത്ചന്ദ്ര പ്രസാദിനോളം ബന്ധമുള്ള ഒരാൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇല്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഞാൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യമാണ്. കാര്യം ഞാൻ തിരുവനന്തപുരത്തിനോട് ചോദിക്കുമ്പോൾ എന്നോട് 100 വട്ടം എല്ലാ നേതാക്കന്മാരും പ്ലാൻ ബി ഉണ്ടോ, ഇനി അതർ ചോയ്സ്, പ്ലാൻ ബി ഉണ്ടോ? ഞാൻ പറയും എനിക്ക് പ്ലാൻ ബിയും ഇല്ല സിയും ഇല്ല, ഒറ്റ പ്ലാൻ ട്രിവാൻഡ്രം എന്ന് പറയും. പക്ഷേ പാർട്ടി ഒരു സർവേ നടത്തിയും ജനാഭിപ്രായം എടുത്തു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ എടുത്തപ്പോൾ പാർട്ടി അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ കർത്തവ്യബോധം ഉണർന്നു. പാർട്ടി ഒരു പ്രതിസന്ധിയിൽ 10 കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരണം. നാട്ടിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലം കൊണ്ട് ഒരുപാട് അനർത്ഥങ്ങൾ നടന്നു. 10 കൊല്ലം ഇത്രയും കുഴപ്പങ്ങളൊക്കെ ഈ സർക്കാർ കാണിച്ചിട്ടും ഒരു ജാള്യതയും ഒരു മടിയുമില്ലാതെ ഈ ഗവൺമെൻറ് വീണ്ടും 3ാം ഗവൺമെൻറ് എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ജനാധിപത്യത്തിലെ അപകടകരമായ ഒരു സ്ഥിതി. ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നു, ഈ സർക്കാരിന് നാണമില്ലേ വീണ്ടും വോട്ട് ചോദിക്കാൻ? അപ്പോഴാണ് ഞാനും ചിന്തിച്ചത്, ശരിയല്ല. ആ ഒരു പൊതുജനം ചോദിച്ച ചോദ്യം രാഷ്ട്രീയമുള്ളവരൊന്നുമല്ല, അവരൊന്നും മുഖം ഞാൻ വേറെ ഒരു സോഷ്യൽ മീഡിയയിലും കണ്ടില്ല. അപ്പോൾ അവർ സഹിക്കാൻ വയ്യാതെ അവരുടെ ഫേസ് ഇട്ടിട്ട് സോഷ്യൽ മീഡിയ കൂടി ചോദിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കർത്തവ്യബോധം, എൻ്റെ അന്തരംഗം പറഞ്ഞു ഇത് ഏറ്റെടുക്കണം. ഞാൻ ഡൽഹിയിൽ നിന്ന് അപ്പോൾ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഒരു ഔദ്യോഗിക അനൗൺസ്മെൻറ്റ് പറഞ്ഞല്ലോ. അപ്പോൾ എന്നിലിങ്ങനെ പിന്നെ വെമ്പലായി. എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ശരത്താണ് സ്ഥാനാർത്ഥി എന്ന് നേതാക്കന്മാർ പറഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് വിട്ടപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ AICCയുടെ ഭാഗമായി ആളുകൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ ഇവിടെ വന്നിട്ട് ഇറങ്ങാനും പറ്റുന്നില്ല, ഇറങ്ങാതിരിക്കാനും പറ്റുന്നില്ല. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. ഞാൻ പാർട്ടി ലീഡേഴ്സിൻ്റെ, പ്രാദേശിക ലീഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു. കേരളത്തിൽ ഒരു നടത്തും നടക്കാത്തൊരു അത്ഭുതം അവിടെ നടന്നു. 600-700 പാർട്ടി പ്രാദേശിക ലീഡേഴ്സാണ്. ബൂത്ത് പ്രസിഡന്റുമാർ, BLAമാർ, വാർഡ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ എല്ലാ പേരും വന്നു. അത് തന്നെ ഒരു ആവേശമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു, പിറ്റേ ദിവസം റോഡ് ഷോ നടത്തണം. അപ്പോഴും ഒഫീഷ്യലി പാർട്ടി ഘടകങ്ങൾക്ക് എന്നോട് ചോദിക്കാനും വയ്യ. അപ്പോൾ ഞാൻ KPC പ്രസിഡന്റിനോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു, ഞാനിതാ ഇറങ്ങി നിൽക്കുകയാണ്. ഓഡിയോ മാർച്ച് ഗെറ്റ് സെറ്റ് റെഡി, നിങ്ങളാരും ഗോ എന്ന് പറഞ്ഞില്ല. എന്തു ചെയ്യും? പ്രസിഡന്റ് അപ്പം തന്നെ 2 ബ്ലോക്ക് പ്രസിഡന്റുമാരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഒറ്റ പേരേ ഉള്ളു കഴക്കൂട്ടത്ത്, ശരത്ചന്ദ്ര പ്രസാദ് ഓൾറെഡി ഡിസൈഡഡ് ആണ്, നിങ്ങൾ വർക്കുമായി പോകാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ 10-10:30 മണിക്കാണ് ഔദ്യോഗികമായി പാർട്ടി പ്രസിഡന്റ് പ്രാദേശികമായ ബ്ലോക്ക് പ്രസിഡന്റുമാരോട് യു പ്രൊസീഡ് എന്ന് പറയുന്നത്. 10 മണി കഴിഞ്ഞ് 5 മണിക്കിടയിൽ 10-600 ബൈക്കിൽ പ്രവർത്തകർ വന്ന് ഒരു ഗംഭീര റോഡ് ഷോ, എന്നെയും കൊണ്ടൊരു റോഡ് ഷോ മണ്ഡലത്തിൽ മുഴുവൻ 5 മണിക്കൂർ നീണ്ട റോഡ് ഷോ ആയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കാത്ത സമയമായതുകൊണ്ട് സമയപരിധിയും കഴിഞ്ഞു. ഭയങ്കര ആകർഷണമായിരുന്നു. അതോടെ ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ പാർട്ടി ഒന്ന് ഉണർന്നു. കഴക്കൂട്ടം മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തറ ഭയങ്കര ഭദ്രമാണ്. തലേക്കുന്നിൽ ബഷീറിനെ ജയിപ്പിച്ച മണ്ഡലമാണ്. അദ്ദേഹം രാജിവെച്ച് മുഖ്യമന്ത്രിയായി വന്ന AK ആന്റിക്ക് വേണ്ടി ഒഴിഞ്ഞ AK ആന്റി ജയിച്ച മണ്ഡലമാണ്. MM ഹസൻ ജയിച്ച മണ്ഡലമാണ്. MB രാഘവൻ CPM വിട്ട് നമ്മുടെ മുന്നണി വന്നപ്പോൾ ജയിച്ച ആളാണ്. MA വാഹിദ് 3 തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയായി നമുക്കൊരു ചെറിയ പാളിച്ച സംഘടനാപരമായി വന്നതുകൊണ്ട് എൻ്റെ പറഞ്ഞോളൂ സർ, അതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു പതനം. അതിലിപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്, പാർലമെൻറ്റും കഴിഞ്ഞ് കോർപ്പറേഷൻ വന്നപ്പോൾ ഒരു 8,000 ചില്ലുവാന വോട്ടിൻ്റെ ഡിഫറൻസ്. കാര്യം നമ്മുടെ ഒരു സ്ഥാനാർത്ഥി കോസ്റ്റൽ ഏരിയയിൽ റിബലായി മത്സരിച്ചു. അയാൾ പിടിച്ച വോട്ട്, അയാളിപ്പോൾ കോൺഗ്രസ്സിലാണ്, അതുകൂടെ കൂട്ടിയാൽ ഒരു 8,500-8,000 വോട്ട് ആ ഡിഫറൻസേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചൊരു 8,000 വോട്ടൊക്കെ വളരെ മാറ്റി, അതൊക്കെ ഇപ്പോഴേ മാറിക്കഴിഞ്ഞു. അതിൻ്റെ പ്രത്യേകത, ഞാൻ ചെമ്പഴന്തി SN കോളേജിൽ നിന്ന് 76, 77, 78 ഞാൻ അവിടെ പ്രീ ഡിഗ്രിക്കാരനായ കൗൺസിലറായി ജയിച്ച ആളാണ്. അടിയന്തരാവസ്ഥയിൽ കേരളത്തിലെ മുഴുവൻ കോളേജുകളും പരാജയപ്പെട്ടപ്പോൾ KSU, ഞാൻ ചെമ്പഴന്തി SN കോളേജിൽ ജയിച്ചു. എനിക്ക് യഥാർത്ഥത്തിൽ അന്ന് രാഷ്ട്രീയമില്ല. ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു, ഞാൻ KSUക്കാരനായില്ല. എൻ്റെ അച്ഛനും അമ്മയും
കോളേജ് പ്രിൻസിപ്പളിനെ എസ് എൻ കോളേജ് പ്രിൻസിപ്പളിനെ കൊണ്ട് എന്നെ നേരിട്ട് ഏൽപ്പിച്ചിട്ട് എഞ്ചിനീയറാക്കാൻ. എൻ്റെ മൂത്ത ചേട്ടൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്തതാണ്. എന്നെയും അതുപോലെ എഞ്ചിനീയറാക്കാൻ വേണ്ടി കൊണ്ട് കോളേജ് ചേർത്തതാണ്. ഞാൻ പക്ഷേ പൊളിറ്റിക്കൽ എഞ്ചിനീയറായിട്ടാണ് മാറിയത്. ഇപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗും സോഷ്യൽ എഞ്ചിനീയറിംഗ് പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ആരംഭിച്ചതാണ് എൻ്റെ രാഷ്ട്രീയം. അപ്പോൾ ആ ബന്ധം അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് വന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി. 30-35 കൊല്ലമായി ചെമ്പഴന്തി എസ് എൻ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡൻ്റാണ് ഞാൻ. ഇപ്പോഴും അവിടെ കടകംപള്ളി പഠിച്ചിട്ടുണ്ട്, ശിവൻകുട്ടി പഠിച്ചിട്ടുണ്ട്, MMSN പഠിച്ചിട്ടുണ്ട്, പാമ്പനടുത്ത DK മുരളി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർ, ഒരുപാട് ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ്റെ ഇവിടുത്തെ ഷാനിബ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ. ഇപ്പോൾ ലണ്ടനിൽ ഒരു മേയറായിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും വലിയ ധനശാസ്ത്ര ശാസ്ത്രജ്ഞൻ ഡോക്ടർ പ്രകാശ്, ഒരുപാട് സമൃദ്ധമായ. അപ്പോൾ എല്ലാ തറയിൽപ്പെട്ട ആളുകളുമായിട്ട് എനിക്കൊരു ബന്ധം. ഇപ്പോഴും ഞാൻ എസ് എൻ കോളേജിൻ്റെ പേരിൽ കെ കരുണാകരൻ്റെ ആളായി ഞാൻ അറിയപ്പെടുന്നത് പോലെ എസ് എൻ കോളേജുകാരനാണ് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ഒരു വലിയ ബന്ധം. ഞാൻ ഈ പെരുന്നാൾ സമയത്ത് മോസ്കുകളിൽ പോയി. അപ്പോൾ നിസ്കാരം കഴിയാൻ കാത്തിരിക്കുമ്പോൾ നിസ്കാരത്തിന് കയറാൻ അങ്ങനെയുള്ള പള്ളിയിൽ പോകേണ്ടി വരുന്നത് ഞാൻ ശരത്ചന്ദ്ര പ്രസാദാണ് എന്ന് പറയുമ്പോൾ ശരത്ത് എന്നെ മറന്നുപോയോ? ഞാൻ ജൂനിയറായിരുന്നു, സീനിയറായിരുന്നു, കൂടെ പഠിച്ചവരായിരുന്നു എന്ന് പറയുന്നവരാ. ക്ഷേത്രങ്ങളിലെ പൊങ്കാലകൾ പങ്കെടുക്കാൻ പോയി. ഞാൻ ശരത്ചന്ദ്ര പ്രസാദ്. ഇത് ഞാനിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന സ്ത്രീകളെല്ലാം എഴുക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ശരത്ചന്ദ്ര പ്രസാദാണ്. അയ്യോ, ഞങ്ങളെ പരിചയപ്പെടുത്തണോ? ഞങ്ങളും ആ കോളേജിൽ പഠിച്ചതല്ലേ, അല്ലെ എൻ്റെ മക്കളവിടെ പഠിച്ചതല്ലേ, എൻ്റെ സഹോദരൻ പഠിച്ചതല്ലേ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സെൻറ്റ് സേവിയർസ് കോളേജിൻ്റെയും ചെമ്പഴന്തി കോളേജിൻ്റെയും പരമാധികാരം എന്ന് പറയാൻ അവിടെ എല്ലാ വീടുകളിലും ഉണ്ട് ആ ഒരു ബന്ധം. ഞാൻ ഈ ക്രിസ്ത്യൻ ചർച്ചുകളിൽ പോയി. അവിടെ ചെന്നപ്പോഴും നാലാഞ്ചിറ ഭാഗത്ത് പോയപ്പോൾ ഓർമ്മയില്ലേ, ഞാൻ മാരിവാനീസ് കോളേജിലെ ഇന്ന ആളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഒരു ആത്മബന്ധം അതാണ്. ഞാൻ വെറും നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ വെറും ഒരു നെയിംസേക്ക് KSU നേതാവായിരുന്നില്ല. ഞാൻ സർക്കാരിനോട് പൊരുതേണ്ട സമയത്ത് പൊരുതിയിട്ടുണ്ട്, എതിർക്കേണ്ട സമയത്ത് എതിർത്തിട്ടുണ്ട്, സമരം ചെയ്യേണ്ട സമയത്ത് സമരം ചെയ്തിട്ടുണ്ട്. KSUവിൻ്റെ ഒരു തനത് മുദ്രാവാക്യമാണ്, കൊടിയുടെ നിറം നോക്കാതെ ഭരണത്തിൻ്റെ നിറം നോക്കാതെ സമരം ചെയ്യും. എൻ്റെ നേതാവ് K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ വിദ്യാർത്ഥി സംഘടനാ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവനാണ് ഞാൻ ഗവൺമെൻറ് നിലപാടിൽ പ്രതിഷേധിക്കുന്നു. പത്രക്കാർ ലീഡറിനോട് ചോദിച്ചു, അല്ല അങ്ങയുടെ സ്വന്തം ആളല്ലേ KSU പ്രതി, ഇറങ്ങിപ്പോയല്ലോ. ലീഡർ പറഞ്ഞ മറുപടി, എൻ്റെ ജോലി ഞാൻ മുഖ്യമന്ത്രി, എൻ്റെ ജോലി ഗവൺമെൻറ് നടത്തുക. ശരത്ത് KSU പ്രസിഡന്റ്, ശരത്തിൻ്റെ ജോലി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുക. ആ ജോലി ശരത്ത് ചെയ്യും, ഞാൻ എൻ്റെ ജോലി നോക്കും. ശരത്തിന് എൻ്റെ എല്ലാ പിന്തുണയുമുണ്ട്. അങ്ങനെയാണ് അവസാനം +2 വരെയുള്ള പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത് എൻ്റെ ഒരു സമരത്തിൽ കൂടിയാണ്. +2 വരെയുള്ള വിദ്യാഭ്യാസം സമ്പൂർണ്ണമായി സൗജന്യമാക്കുന്നത്. അത് K കരുണാകരൻ്റെ ഗവൺമെൻറ് എനിക്ക് തന്ന ഉറപ്പ് ക്യാബിനറ്റ് തീരുമാനിച്ചു. AK മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അത് നടപ്പിലാക്കി. എന്നോടൊരു ചോദ്യം ചോദിച്ചില്ലേ, ഇത്രയും ഒരു ആത്മബന്ധം ആളുകൾക്ക് താല്പര്യം വന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ തലച്ചോറ് കൊണ്ട് രാഷ്ട്രീയം കളിച്ച ആളല്ല, ഹൃദയം കൊണ്ട് രാഷ്ട്രീയം കളിച്ചു. എനിക്ക് ഇത്രയും കാലം ആര് ചോദിച്ചാലും ഞാൻ പറയും, ഞാനൊരു രാഷ്ട്രീയത്തിലൊരു മടയനാണ്. ഞാൻ തലച്ചോറ് ഉപയോഗിച്ച് രാഷ്ട്രീയം കളിച്ചില്ല. തലച്ചോറ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഈ 2 വർഷം വരെ ഞാൻ 2 വർഷം കഴിഞ്ഞാൽ പ്ലാനിങ് ഉണ്ട്, എനിക്കതില്ല. ഞാൻ ഈ കൊള്ളുന്ന സ്ഥലം കൊണ്ട് ചെറുക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ള ആളാണ്. അപ്പോൾ പിന്നെ എനിക്കത് മാറാൻ പറ്റത്തില്ല ഹൃദയം കൊണ്ട്. പക്ഷേ ഹൃദയം കൊണ്ട് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അടിസ്ഥാനപരമായി ബലമുണ്ട് എന്ന് തോന്നിയത് ഞാൻ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായപ്പോഴാണ്. ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടല്ല, ഹൃദയത്തിൽ നിന്നും ഹൃദയങ്ങളിലേക്കാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഹൃദയങ്ങൾ തമ്മിലാണ്. ഞാനൊരാളിനെ കാണുമ്പോൾ ആ ഒരു ഹൃദയബന്ധമാണ് ആളുകൾ പറയുന്നത്.
ഞാൻ സ്ഥാനാർത്ഥിയായി ഓപ്പൺ ജീപ്പിൽ പോകുമ്പോൾ ഒരു രാഷ്ട്രീയവും ആളുകൾക്ക് അറിയില്ലാത്ത ആളുകൾ വന്ന് എൻ്റെ ജീപ്പിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കൈ പിടിച്ചെടുക്കും. എന്നെ മനസ്സിലായോ, ഞാൻ ഇന്നതാണ് എന്ന് സ്ത്രീകളും പുരുഷന്മാരും ആവേശം. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി, തലച്ചോറ് കൊണ്ട് രാഷ്ട്രീയം കളിച്ചില്ല എന്ന് ദുഃഖിക്കേണ്ട, ഹൃദയം കൊണ്ട് രാഷ്ട്രീയത്തെ കണ്ടത് കൊണ്ടുള്ള ഗുണം കഴക്കൂട്ടത്തുണ്ടാകും. വേരോട്ടമാണ് ആ വേര്, ഹൃദയത്തിൽ കൂടിയുള്ള വേരാ. അപ്പോൾ കഴക്കൂട്ടെന്ന് ഞാനിപ്പോൾ കഴക്കൂട്ടത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ 2 കാര്യങ്ങളും 3 കാര്യങ്ങൾ ഞാൻ ഒരു ഫ്ലോ ബ്രേക്ക് ചെയ്യാതെ ഞാൻ സാറിനോട് ചോദിക്കുന്നു. ഒന്നെന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കെല്ലാം സാറ് കഴക്കൂട്ടത്ത് വന്ന് ഉണ്ടായത് നമുക്കൊരു കെട്ടുറപ്പുണ്ടായിരുന്നു. കാരണം സാറ് സോഷ്യൽ മീഡിയ വഴി സ്ഥാനാർത്ഥിയായ ആളല്ല, പാർട്ടിയിൽ നിന്നും ഇത്രയും നാൾ ഒരു വേരുറപ്പുണ്ടാക്കി ആ സംഘടനാ സംവിധാനത്തോടു കൂടി തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. 1. 2, കഴക്കൂട്ടം മണ്ഡലത്തിനൊരു പ്രത്യേകതയുണ്ട്, ഒരു IT ഹബ്ബാണ് അവിടെ. അവിടെ ഉള്ളത് എല്ലാം IT. അപ്പോൾ കുറേ കൂടെ ഒരു വിഷണറി ആയ ഒരു ലീഡറിനെയാണ് നമുക്കവിടെ ആവശ്യമെന്ന് പറയുന്നത്. ആ വിഷണറിയും ഈ പറയുന്ന ഇത് മാത്രമല്ലാതെ, ഹൃദയബന്ധം മാത്രമല്ലാതെ വേറൊരു വലിയൊരു കാര്യം കൂടെയുണ്ട്. ഈ വ്യക്തിത്വത്തിനോട് നമുക്കൊരു ഉറപ്പ്. സാർ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ മൊബൈലിൽ ശരത്ചന്ദ്ര പ്രസാദ് MLA എന്നാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉറപ്പിച്ച് അങ്ങനെ ഒരു ഇതുണ്ട്. അത് 4ാമത്തെ ഏറ്റവും വലിയ സംഭവം, എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായ ഒരു CPM കാരൻ എന്നോട് പറഞ്ഞു, ഇവനൊരു കാര്യം അറിയുമോ? ഞാൻ ശരത്തനെ ഇപ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ 20 വർഷത്തേക്ക് പിന്നെ CPM ആ മണ്ഡലം നോക്കണ്ട കേട്ടോ, അദ്ദേഹം തന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അതാണ് സാറിനോടുള്ള ഒരു മണ്ഡലത്തിൽ വന്നാലുള്ളൊരു വിശ്വാസം. അപ്പോൾ ഇത് സാറ് കഴക്കൂട്ടത്തുകാർക്കായിട്ട് എന്ത് പറയും? കഴക്കൂട്ടം ഈ പറഞ്ഞ പോലെ ഒരു IT ഹബ്ബാണ്. ഒരുപാട് സ്ഥാപനം, മെഡിക്കൽ കോളേജ്, ഇത് ISRO അടക്കം ഒരുപാട് പ്രമുഖമായ ഇതെല്ലാം അവിടെയാണല്ലേ? എല്ലാം ഇതിനകത്താണ്. ആരും ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കേരളത്തിൻ്റെ അഭിമാനം. ഇപ്പോൾ അഭിമാനം എന്ന് പറയാൻ കഴിയില്ല. അവിടെ ആളുകളൊക്കെ വന്നാൽ ഇടത് കയ്യിൽ പരിക്കുമായിട്ട് വന്നാൽ വലത് കൈ മുറിച്ചു മാറ്റും. അങ്ങനെയൊക്കെ ഉള്ളൊരു തീരിയിൽ ഇപ്പോൾ അവിടെ ICU യൂണിറ്റിൽ തന്നെ തീ പിടിച്ചുകൊണ്ടായി 5 പേർ മരണപ്പെട്ടു ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് പോട്ടെ. പക്ഷേ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ, ഇന്ത്യയിലെ ഒരു അഭിമാന സ്ഥാപനമാണ്. മെഡിക്കൽ കോളേജ് ഇത് ISRO എന്ന് പറഞ്ഞാൽ ലോകം, 1ാം നമ്പർ, നമ്മുടെ രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന എന്ന ISRO എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും ജില്ലയ്ക്ക് പുറത്തുമൊക്കെയുള്ള ഒരുപാട് ആളുകൾ, ടെക്നോക്രാറ്റ്സ് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ് ഇതിനകത്താണ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇതിനകത്താണ്. ഒരുപാട് കോളേജുകൾ, സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഗവേഷണ കേന്ദ്രം, കിഴങ്ങ് ഗവേഷണ, കാർഷിക ഗവേഷണ കേന്ദ്രം, എല്ലാ അർത്ഥത്തിലും എല്ലാം ഉണ്ട്. ട്യൂബർക്ലോസിൻ്റെ TB കേന്ദ്രങ്ങൾ, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡയബറ്റീസിൻ്റെ സെൻറ്ററുകൾ, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇത് അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുന്നില്ല. സ്ഥാപനം വന്നു, സ്ഥാപനം നിന്നു, സ്ഥാപനം ഒന്ന് മുമ്പോട്ട് വളരുന്നില്ല. അതവിടെ നിൽക്കുന്നു. എവിടെയാണോ ആവേശത്തോടു കൂടി നമ്മൾ വന്നത് അതവിടെ നിൽക്കുകയാണ്. അപ്പം നമുക്കൊരു വിഷൻ ഉണ്ടാകണം. എൻ്റെ മനസ്സിൽ ഇതൊരു IT ഹബ്ബ് എന്ന് പറയുന്നത് പോലെ തന്നെ കഴക്കൂട്ടം ഒരു വികസനത്തിൻ്റെ ഹബ്ബായി മാറണം. ഇത് തലസ്ഥാനത്തെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, പെട്ടെന്ന് കഴക്കൂട്ടം തോന്നുമ്പോൾ ഏതോ ഓണം കയറാൻ മൂലം തോന്നും. ഈ കഴക്കൂട്ടം ഇത് നഗരപാദത്തിൻ്റെ മധ്യത്ത് നേർപാദത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ കഴക്കൂട്ടം. അല്ലാതെ അപ്പുറത്ത് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഒരു സെക്രട്ടേറിയറ്റോ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോ ഈസ്റ്റ് ഫോർട്ടോ മാത്രമാണ്. ഇവിടെ അതല്ല. വികസനത്തിൻ്റെ ഇതിങ്ങനെ UDF സമയത്ത് വളർന്നൊരു കണ്ടെടുത്ത ദേശീയ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വിഷൻ്റെ ഭാഗമായി വന്ന ISRO അടക്കമുള്ളൊരു സ്ഥാപനം. പക്ഷേ ഈ സ്ഥാപനങ്ങളെയൊക്കെ ചിലപ്പോഴൊക്കെ ISRO അടക്കമുള്ള പലതിനെയും സ്വകാര്യവൽക്കരണം, സെമി ഗവൺമെൻറ്റാക്കി മാറ്റുന്ന ഒരുപാട് കാര്യം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ടെക്നോ പാർക്കിനെ അടക്കമുള്ളത്, ടെക്നോ പാർക്ക് ഒരു വലിയ സ്ഥാപനം ഇരിക്കുമ്പോൾ നാട്ടുകാർക്കും കൂടി ഒരു ഗുണം വരണം. അപ്പോൾ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങൾ, ഈ ടെക്നോ പാർക്കിൽ നിന്നും ഉൽപ്പാദിക്കപ്പെട്ടു വരുന്ന ബുദ്ധിയും ശക്തിയും അല്ലേ, അവരുടെ വീക്ഷണങ്ങളും അതെല്ലാം നാട്ടിന് ഉപകാരപ്രദമായി മാറേണ്ട കാര്യങ്ങളാണ്. അത് നാട്ടുകാർക്ക് കൂടി അതിൻ്റെ ഒരു ഗുണം കിട്ടുമ്പോൾ ആണ് വികസനം യാഥാർത്ഥ്യം ആകുന്നത്.
പിന്നെ ഈ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ മക്കൾ, എൻ്റെ ഒരു മകള് ഇതുമായിട്ട് എഞ്ചിനീയർ, അവൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അവൾ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണ്. ഈ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ആരോഗ്യത്തിന് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ചെറുപ്പത്തിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉന്നതമായി പഠിച്ച് പാസ്സായി അഭിമാനകരമായി നേട്ടമുണ്ടാക്കി വരുന്ന ഇവിടുത്തെ ഒരു ജീവനക്കാരന്, ഒരു എൻജിനീയർ, അതുപോലെ ജോലി ചെയ്യുന്നവർക്ക് വിശ്രമമില്ല. അവരെ മാനേജ്മെൻറ്റ് അവരെ ഇങ്ങനെ പിഴിയല്ലേ. വർക്ക് പ്രഷർ ഭയങ്കര കൂടുതലാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ടെൻഷൻ കൊണ്ട് ആത്മഹത്യകൾ എത്ര നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഗവൺമെൻറ്റുകൾ ഗൗരവമായി ആലോചിക്കാത്ത ഒരു സ്ഥിതിയിലേക്കാണ്. ടെൻഷൻ കൊണ്ട് ആത്മഹത്യ ചെയ്തു, ടെൻഷൻ കയറി അല്ലാത്ത മനസ്സങ്ങോട്ട് മരവിച്ചു പോകുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. ടെക്നോ പാർക്കിൽ അഭിമാനകരമായ ശമ്പളം കിട്ടുന്നു, ഏതോ ജോലി ചെയ്തിട്ടേ അതങ്ങോട്ട് ടാറിൻ്റെ ബലത്തിൽ അങ്ങ് ജീവിതം സ്റ്റക്കായി പോവുകയാണ് ആളുകളുടെ. അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു സെക്യൂരിറ്റി ഉണ്ടാകണം. ഏറ്റവും വലിയ ഇൻഷുറൻസ് കൊടുക്കേണ്ട സ്ഥാപനം ടെക്നോ പാർക്കാണ്. ഓരോ ഇഞ്ചും ജോലി ചെയ്യുമ്പോൾ അവരുടെ ജീവിതമാണ് ഹോമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുറത്തുള്ള നാട്ടുകാരായ ആളുകളോ പുറത്തുള്ള രാഷ്ട്രീയക്കാരോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന മുതലാളിമാർക്ക് കോടാനുകോടി രൂപയുടെ സമ്പത്ത്, വിദേശ സമ്പത്ത് അടക്കം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടുത്തെ ജീവനക്കാരാണ്. അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു സെക്യൂരിറ്റി, അവർക്ക് കൊടുക്കേണ്ട അവർക്കൊരു വെൽഫെയർ മെഷർ, അതിനു വേണ്ടിയുള്ളൊരു വകുപ്പ്, അതിനു വേണ്ടിയുള്ളൊരു ഗവൺമെൻറ് പോളിസി യഥാർത്ഥത്തിൽ ഇവിടെ ടെക്നോക്രാറ്റ്സിന് വേണ്ടി ഒരു വകുപ്പുണ്ടാകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പറയും IT വകുപ്പ് എന്നൊക്കെ പറയും. പക്ഷേ IT വകുപ്പേ വരുന്നില്ല, വെൽഫെയർ ഇല്ല. IT വകുപ്പുണ്ട്, വെൽഫെയർ ഇല്ല. അതാണ് സ്ഥിതി. പിന്നെ വെൽഫെയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ ഒരു ഗവൺമെൻറ് വിജയിക്കുന്ന എപ്പോഴാണ്? അതൊരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. ഗുഡ് ഗവേണിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമുക്കൊരു ഗവൺമെൻറ്റിനെ ഗുഡ് ഗവേണിംഗ് എന്ന് പറയാൻ പറ്റുന്നത്? അതൊരു വെൽഫെയർ സ്റ്റേറ്റ് ആകുമ്പോഴാണ്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? വെൽഫെയർ എന്ന് പറയുമ്പോൾ ഒരു പൗരൻ്റെ മനസ്സിൻ്റെ സന്തോഷം, ഹൃദയത്തിൻ്റെ സന്തോഷം, അവൻ്റെ ജീവിത സൗകര്യങ്ങൾ, അവൻ്റെ സാമൂഹ്യ പശ്ചാത്തലം, അവൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അവൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം, അവൻ്റെ ആരോഗ്യ സുരക്ഷിതത്വം, അവൻ്റെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അവന് സ്വതന്ത്രമായി അവന് പ്രതികരിക്കാനോ ജീവിക്കാനോ ആരാധിക്കാനോ ഉള്ള. അപ്പോൾ ഒരു കാര്യത്തിലും ഒരു ടെൻഷൻ ഇല്ലാതെ സർക്കാരിൽ ഒരു അഴിമതി നടന്നാലും ഓരോ പൗരനും ടെൻഷൻ. അയ്യോ, എൻ്റെ ഒരു കടലാസ് നേടിയെടുക്കണമെങ്കിൽ ഈ അഴിമതിയുടെ പാതയിൽ കൂടി തന്നെ സഞ്ചരിക്കണമോ? അപ്പോൾ ഓരോ ഗവൺമെൻറ്റിലും ഉണ്ടാകുന്ന നമ്മൾ കേൾക്കുന്ന അഴിമതികൾ ഇതെല്ലാം ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ ഇല്ലാതാക്കുന്നതാണ്, ഒരു പൗരൻ്റെ സുരക്ഷിത ബോധം ഇല്ലാതാക്കുന്നതാണ്. ഒരാൾ കേരളത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അയ്യോ, കേരളത്തിൽ പോയി വ്യവസായങ്ങൾ തുടങ്ങരുത്. ഈ ടെക്നോ പാർക്ക് വന്നു തുടങ്ങിയപ്പോൾ ആദ്യമുണ്ടായ ഇത് കേരളത്തിൽ ഇതൊക്കെ ഓടുമെന്നാണ് ചോദിച്ചത്. പക്ഷേ ഇത് അന്നത്തെ UDF ഗവൺമെൻറ് എല്ലാം കൂടെ ഒരു പ്രത്യേക കരവലയത്തിനാക്കി ഒരു ചട്ടക്കൂടിനാക്കി നിർത്തിയതുകൊണ്ടാണ്. എന്നിട്ടും അതിനകത്ത് പഴുതുകളുണ്ട്, അല്ലേ? ഇതിനകത്ത് ചില പഴുതുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സുരക്ഷിതത്വം ടെക്നോ പാർക്ക് സമൂഹത്തിനുണ്ടാകണം. അപ്പോഴാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? എനിക്കൊരു സന്തോഷം വരണമെങ്കിൽ എൻ്റെ കയ്യിൽ പണം വരണം. പണം എന്ന് പറഞ്ഞാൽ കള്ളപ്പണം എന്ന കാര്യമില്ലല്ലോ. ദുർമാർഗത്തിൽ പണം കിട്ടിയാൽ ഈ പൈസ എപ്പോഴാണ് ഞാൻ പിടിക്കപ്പെടുന്നത്? അപ്പോൾ പണം കൊണ്ട് ഒന്നിനും ശാശ്വത പരിഹാരമല്ല. മനസ്സമാധാനം കിട്ടുന്ന ധനാഗമന മാർഗമാണ് നമുക്ക് വേണ്ടത്. മനസ്സമാധാനം കിട്ടുന്ന ധനാഗമന മാർഗം എന്താണ്? അന്തസ്സായി തൊഴിൽ ചെയ്ത് കിട്ടുന്ന പണമാണ്. അപ്പോൾ അല്ലേ, അന്തസ്സായി തൊഴിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പണമാണ്. പക്ഷേ ആ പണം 10 കൊല്ലത്തിന് കിട്ടിയ കൂലി തന്നെ, ശമ്പളം തന്നെ 10 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുമോ? സാധനങ്ങളുടെ വിലവർദ്ധന ഉണ്ടാകുന്നു, ജീവിത നിലവാരം മാറുന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ശമ്പള വർധനവ്, ആ ശമ്പള വർധന ഉണ്ടാകുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? സമൂഹത്തിൽ വിലവർദ്ധന ഉണ്ടാകുമ്പോൾ.
അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ ടെക്നോ പാർക്കിലെ ഉദ്യോഗസ്ഥന്മാരോ സമൂഹത്തിൻ്റെ ഭാഗം അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാക്കാൻ അവരുടെ ചെലവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിൽ ശമ്പളം ഉണ്ടാകണം. സാർ പറഞ്ഞു വരുന്നത് ഒരു വളരെ എന്താ പറയാനായിട്ട് ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിനെ കുറിച്ചാണ്. ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പണം വന്നു, നമ്മൾ സന്തോഷമായി. പിന്നെ നോക്കുന്നത് എന്താണ്? സൗകര്യം. നമുക്ക് സമൂഹത്തിൽ ജീവിക്കുന്നതിന് വല്ല ടെൻഷനുണ്ടോ? ആരാധനയ്ക്ക്, സഞ്ചരിക്കുന്നതിന്, പട്ടണിക്കുണ്ടോ? നമ്മളെ ആരെങ്കിലും വിളിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അപ്പോൾ അത് കൊടുക്കേണ്ട, പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആരാ? ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് പാർഷ്യലാകരുത്. പബ്ലിക്കിന് തോന്നണം എനിക്കൊരു വിഷയം വന്നാൽ എനിക്കൊരു കൊടയായി ഒരു ഗവൺമെൻറ് ഉണ്ട്, എന്നെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെൻറ് ഉണ്ട്. അല്ലാതെ എനിക്കൊരു പ്രശ്നം വന്നാൽ നാട്ടിലെ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് ആ പാർട്ടിക്കാരനെ വിളിച്ചാൽ എനിക്ക് രക്ഷപ്പെടാം. അങ്ങനെ വിചാരിക്കുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഭാഗമല്ല. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞു, രാഷ്ട്രീയക്കാരും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട. ഒരുപാട് വിമർശനം അദ്ദേഹം കേട്ടു. അദ്ദേഹം മനസ്സിൽ കണ്ട ഒരു വെൽഫെയർ സ്റ്റേറ്റ് മനസ്സിൽ കണ്ടിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ അത് ശരിയായി അല്ല എന്ന് തോന്നുന്നു. അദ്ദേഹം തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് പറയാതെ തന്നെ പിന്നോട്ട് പോയി. അപ്പോൾ സമൂഹത്തിലെ ആളുകൾക്ക് തുല്യ നീതി കിട്ടും എന്ന് തോന്നുന്നതും സംരക്ഷണം കിട്ടുമെന്ന് തോന്നുന്നതാണ് സർക്കാർ കൊടുക്കുന്ന ഉറപ്പ്, സർക്കാർ കൊടുക്കുന്ന സെക്യൂരിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താ? എൻ്റെ കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, എൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യം, ഇതൊക്കെ എങ്ങനെ സംരക്ഷിക്കപ്പെടും? അപ്പോൾ ആവറേജ് പൗരൻ വലിയ ഇപ്പോഴത്തെ സർക്കാർ ആശുപത്രികളിലൊക്കെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു വിരലൊടിഞ്ഞ് കയറിയാൽ ശരീരത്തിൻ്റെ മുടി മുതൽ കാലിൻ്റെ നഖം വരെയുള്ള പരിശോധന, എക്സ്റേ, ഇതെല്ലാം കഴിയുമ്പോൾ പിന്നെ കുടുംബം പോലും വിൽക്കുന്ന സ്ഥിതിയിലേക്കാണ് ഒരു സാധാരണക്കാരൻ ആശുപത്രിയിൽ കയറിയാൽ. അപ്പോൾ സാധാരണക്കാരൻ ആശ്രയിക്കേണ്ടി വരുന്നത് സർക്കാർ ആശുപത്രികളാണ്. പക്ഷേ നമുക്ക് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് കിട്ടുന്നില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ആവശ്യത്തിന് നഴ്സുമാരില്ല, അവിടെ വെല്ലുക്കിടാവുന്നില്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഒരുപാട് ബിൽഡിങ്ങൊക്കെ കെട്ടിയിടുന്നു. ബിൽഡിംഗ് കെട്ടുന്നതുകൊണ്ട് കുറേ കോൺട്രാക്ടർമാർക്കും ആ കോൺട്രാക്ട് കൊടുക്കുന്ന ഭരണാധികാരികൾ പെട്ട ആളുകൾക്കാണ് എൻ്റെ ഗുണം. രോഗികൾക്ക് എൻ്റെ ഗുണം വരുന്നില്ല. കെട്ടിയിട്ട കെട്ടിടം അവിടെ കിടക്കുമ്പോൾ അങ്ങോട്ട് മാറ്റാത്തതിൻ്റെ പേരാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ICU വാർഡിൽ തീ കത്തിയത്. അപ്പോൾ ആശുപത്രിയിൽ പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശരണം പ്രാപിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ രണ്ടാമത്തെ മകളെ പ്രസവം നടന്നത് SUT അല്ലെ SIT, മെഡിക്കൽ കോളേജ് SIT. എനിക്ക് നല്ല ചികിത്സ അന്ന് കിട്ടി ഒരു 20 കൊല്ലത്തിന് മുമ്പ്. എന്തെന്നറിയോ? ഞാൻ കോൺഗ്രസ് നേതാവായതുകൊണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഡോക്ടർ സൂപ്രണ്ടായിരുന്നുകൊണ്ട് ശരത്ചന്ദ്ര പ്രസാദിൻ്റെ മകളാണ്, പ്രത്യേകം നോക്കിക്കൊള്ളണം. ഭാര്യയാണ് പ്രസവിക്കാൻ വന്നിരിക്കുന്നത്, കുട്ടിയുടെ ഡെലിവറിയാണ്, പ്രത്യേകം നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇത് സാധാരണപ്പെട്ട ആളുകൾക്ക് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ മരുന്നുണ്ടാകണം, ഡോക്ടർ ഉണ്ടാകണം. ഓടി വന്നാൽ ഇത് എൻ്റെ കുടുംബാംഗമാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്ന മാനസികാവസ്ഥയുള്ള ഡോക്ടർമാരുണ്ടാകണം. ഈ ദൗർഭാഗ്യവശാൽ ഇപ്പം നമുക്ക് അത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളില്ല. വാദിക്കാനാണ്. ഞങ്ങളുടെ ആശുപത്രിയിൽ ഒരു കുഴപ്പമില്ലെന്ന് വാദിക്കപ്പെട്ട് ജനങ്ങൾ പറയുന്നു ഇങ്ങനൊരു സർക്കാർ ആശുപത്രി എന്തിനെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഒരു ആരോഗ്യ വിദഗ്ധൻ ഇതേപോലെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു, ദീപു തിരുവനന്തപുരത്ത് ജില്ലാ ആശുപത്രിയിൽ കാലൊടിയണമെങ്കിൽ 1 മണിക്ക് മുമ്പ് കാലൊടിയണം. കാരണം 1 മണി കഴിഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവില്ല. ഹാർട്ട് അറ്റാക്ക് വരണമെങ്കിൽ 1 മണിക്ക് മുമ്പ് വന്നോണം, കാരണം അത് കഴിഞ്ഞാൽ ഡോക്ടറില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ജില്ലാ ആശുപത്രി എന്നുള്ള പദവി അവർക്ക് കൊടുക്കുന്നത്? അത് ഇപ്പോൾ താലൂക്ക്, ചെറിയ ആശുപത്രി താലൂക്ക് പദവിയാക്കും, പിന്നെ ജില്ലാ പദവിയാക്കും. ഇതൊക്കെ പേരിനാക്കുന്നതേ അല്ലാതെ അതിൻ്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ആ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഭാഗമായി വരേണ്ട കാര്യങ്ങൾ ആരോഗ്യം, അവരുടെ ധനപരമായ കാര്യങ്ങൾ, സന്തോഷം, സാമൂഹ്യമായ അവരുടെ പശ്ചാത്തലം, ഇതൊക്കെ വരുമ്പോഴാണ് ആളുകൾക്ക് മനസ്സ് സന്തോഷം. ഇതൊക്കെ ആകുമ്പോൾ ആളുകൾക്കൊരു തോന്നലുണ്ട്. അപ്പം പിന്നെ സമൂഹത്തിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ സന്തോഷിക്കാൻ മനസ്സിലൊരു സന്തോഷം തോന്നും. അപ്പോഴാണ് ആളുകൾ അയൽവാസികളെയും അന്യരെയും സഹായിക്കുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് സഹായിക്കാം, നമുക്ക് ഈ പ്രയാസമില്ലല്ലോ, അവർ പ്രയാസം അനുഭവിക്കുന്നവരല്ലേ, അവരെ കൊണ്ട് സഹായിക്കാം. അപ്പോൾ എനിക്ക് അസ്വസ്ഥത ഇല്ലാതെ വരുമ്പോഴേ എനിക്ക് അന്യ ആളുകളെ സഹായിക്കാൻ കഴിയൂ. ആരെങ്കിലും എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ, എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല, പിന്നെയാണോ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്?
അപ്പം ഇങ്ങനെ ഞാൻ ഒരുപാട് കാണുക. ചികിത്സ കിട്ടാതെ മരിച്ച നൂറുകണക്കിന് ആളുകളെ എനിക്കറിയാം. മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നടത്തി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഞാൻ ഒരുപാട് സഹായിച്ചതാണ്. മരിച്ചതിൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ സർക്കാർ ചെയ്യേണ്ട ഈ വെൽഫെയർ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെൻ്റെ മനസ്സിൽ അതൊരു കൺസെപ്റ്റായിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ട്. അപ്പോൾ ഈ സാറ് പറഞ്ഞപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പം ആരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞു, പൊതുവായിട്ടുള്ളൊരു സോഷ്യൽ സെക്യൂരിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, IT പാർക്കിന് വേണ്ടി. അപ്പോൾ ഇതെല്ലാം പറയുമ്പോഴും നമ്മളിപ്പം കഴക്കൂട്ടം സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, കഴക്കൂട്ടത്ത് ഈ ടെക്നോ പാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ വളർന്നു വന്ന കുറേ ബിസിനസ്സുകളുണ്ടല്ലേ. റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ഫൺ പ്ലേസുകളാണെങ്കിലും ഹാളുകളാണെങ്കിലും അങ്ങനെ ഒരു വലിയൊരു വാണിജ്യ എന്താ പറയാനായിട്ട് എന്താ പറയുക നമ്മളെ കമേഴ്ഷ്യലായിട്ടുള്ളൊരു സ്പേസായി മാറി കഴക്കൂട്ടം. ഇറ്റ് ഇസ് നോ മോർ ഒരു സാർ നേരത്തെ പറഞ്ഞ ഉൾനാടൻ ഗ്രാമമൊന്നും അല്ല ഇപ്പോൾ. അതൊരു വലിയൊരു സിറ്റിയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരം സിറ്റിയെക്കാളും വലിയൊരു സിറ്റിയായിട്ട് സ്പ്രെഡ് ചെയ്യുകയും വളരുകയും ചെയ്യുന്നത് ഇപ്പോൾ കഴക്കൂട്ടമാണ് അല്ലേ. അവിടേക്കാണ് ശരിക്കും പറഞ്ഞാൽ സാറ് ഇപ്പോൾ ഈ പ്രചരണം നടത്തുകയും ഈ പ്രചരണത്തിൽ സാറ് കണ്ട കാഴ്ചകളിൽ എന്തൊക്കെയാണ് സാറിന് കുറവുകൾ മാറ്റവും എന്നൊക്കെ തോന്നുന്നത്? കാരണം ഇപ്പോൾ ചില ഏരിയ പോകുമ്പോൾ വീടുകളിൽ ആളില്ല, ചെറുപ്പക്കാരെ കാണാനില്ല. ഞാൻ ആകെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം കാണുന്നത് ടെക്നോ പാർക്ക് മേഖലയിലാണ്. അതുകൊണ്ടാണ് ആദ്യകാലത്ത് ഇങ്ങനെ ഒരു IT ഫീൽഡ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വന്നു പച്ച പിടിക്കാൻ തുടങ്ങിയപ്പോൾ ചെറുപ്പക്കാർ അവർ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് നമ്മൾ പറയില്ലേ, എൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ. അപ്പോൾ ആ ഫ്രീഡം ഓഫ് ചോയ്സ് സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയം മുതൽ അവൻ്റെ മനസ്സിൽ ആ ഒരു കൺസെപ്റ്റ് വളരേണ്ടതാണ്. അതിന് നമ്മൾ സാങ്കേതിക വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ പറയും. അത് അവൻ്റെ ഇഷ്ടമനുസരിച്ച് വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നേടാനുള്ളൊരു സംരംഭം കൂടി, അല്ലെങ്കിൽ അവൻ്റെ ഒരു ചോയ്സ് അനുസരിച്ച് പഠിക്കാൻ. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഞാനീ പറഞ്ഞ വീടുകളിൽ ആളില്ല എന്നുള്ളത്, ഇവിടെ പഠിക്കാൻ ഗൗരവമുള്ളൊരു പഠനം നടത്താൻ ഇവിടെ കഴിയുന്നില്ല. പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചതനുസരിച്ച് തൊഴിൽ ഇവിടെ ലഭിക്കുന്നില്ല. അവഗണനയാണെന്നൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് മിക്ക രക്ഷകർത്താക്കളും ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പ്രാഥമിക ബേസ് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് വിടുകയാണ്. പഠിച്ചു കഴിഞ്ഞാൽ തൊഴിലിൻ്റെ കാര്യം വരുമ്പോഴും പ്രിഫർ ചെയ്യുന്നത് കേരളത്തിലോ ഇന്ത്യക്കകത്തോ അല്ല, ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന ഒരു ചോയ്സ്. അപ്പോൾ വീടുകളിൽ വോട്ടർമാരില്ല. ഞാൻ ഇന്ന് രാവിലെ ഒരു ക്ഷേത്രത്തിൽ പങ്കെടുത്തിട്ട് വരുമ്പോൾ എൻ്റെ ഒരു ബന്ധു അടുത്തത് ചോദിക്കുകയാണ്, ചേട്ടത്തേക്ക് വോട്ടൊക്കെ ഉണ്ടല്ലോ. അയ്യോ, ഞങ്ങളിപ്പോൾ UK അവിടുത്തെ പൗരത്വം എടുത്തിരിക്കുകയാണ്, ഞങ്ങൾക്കിവിടെ വോട്ടില്ല. ഇപ്പോഴേ കുടുംബത്തിലെ അമ്പലത്തിൽ പൊങ്കാല ക്ഷേത്രോത്സവമായിട്ട് വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ തലമുറ ആഗ്രഹപ്പെടുന്നത് അവരുടെ ഫ്രീഡം ഓഫ് ചോയ്സാണ്. അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കുണ്ട്. കാലം ഒരുപാട് മാറി. നമ്മളെല്ലാം വിരൽത്തുമ്പിലാണ് ഇന്ന് ലോകം നിൽക്കുന്നത്. അപ്പോൾ ലോകത്തെമ്പാടും എന്തു നടക്കുന്നു എന്ന് അവർക്കറിയാം. അപ്പോൾ ആരും അവരെ പഠിപ്പിച്ചു കൊടുക്കണ്ട. ഈ വിരൽത്തുമ്പോട് അമർത്തിയാൽ എന്ത് ലോകത്ത് നടക്കും, ഞാൻ എന്താകണം എന്ന് അവർക്ക് അതിൽ കൂടി അറിയാൻ പറ്റും. അപ്പോൾ ഫ്രീഡം ഓഫ് ചോയ്സ് ഒരു പ്രധാനമാണ്. ആ ഫ്രീഡം ഓഫ് ചോയ്സിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അവരുടെ ചോയ്സ് ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ ഒരു ചോയ്സിനെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് പ്രേരണ കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പഠനത്തിനും തൊഴിലിലും പുറത്തു പോയാൽ കിട്ടുന്ന അതുപോലുള്ള ഗൗരവമുള്ള സമ്പാദ്യം ഇവിടെ ഉണ്ടാക്കാൻ കഴിയും, തൊഴിലെടുക്കാൻ കഴിയും എന്നൊരു വിശ്വാസം അവർക്ക് കൊടുക്കാൻ കഴിയണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കഴക്കൂട്ടത്ത് വരുമ്പോൾ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ മനസ്സിൽ ഇത് വയ്ക്കുമ്പോൾ ഇതൊരു ഗവൺമെൻറ്റാണ് ചെയ്യണം. അപ്പോൾ UDF ഗവൺമെൻറ് വന്നാൽ എന്ത് ചെയ്യാമെന്ന് നമ്മളിതൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ ജയിച്ചു വന്നാൽ, അപ്പോൾ എനിക്കിപ്പോൾ UDF ഗവൺമെൻറ്റിനോട് ആദ്യം പറയണമെങ്കിൽ ഞാനിതിൻ്റെ ഒരു മിനിയേച്ചർ എൻ്റെ മനസ്സിൽ വേണ്ടേ. എൻ്റെ മനസ്സിലുള്ളൊരു മിനിയേച്ചറാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഞാനിത് ജനങ്ങളോട് പറയുകയാണ്, ഞാനിത് എൻ്റെ മണ്ഡലത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഞാൻ നടപ്പിലാക്കും. അപ്പോൾ ഈ വെൽഫെയറിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഊന്നൽ കൊടുക്കുകയാണ്. ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് പറഞ്ഞു പട്ടിണിക്കാർ, തീവ്ര പട്ടിണിക്കാർ ആരുമില്ലെന്ന്. ഇപ്പോഴും ഇവിടെ മെഡിക്കൽ കോളേജിലും RCCയുടെ മുമ്പിലും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പൊതിച്ചോറിന് വേണ്ടി ആൾ നിൽക്കുകയാണ്, ക്യൂ ആണ്. ഞാനും പോയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ ഒന്ന് പട്ടിണിയില്ലാത്ത ഒരു കഴക്കൂട്ടം, അത്
അതൊരു സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ കഴക്കൂട്ട മണ്ഡലത്തിൽ ആരും കഴക്കൂട്ടത്തിൽ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. അതിന് ബഹുജന പങ്കാളിത്തത്തോടെ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ അതിനൊരു വേദി ഒരുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു വിദ്യാർത്ഥി പോലും കുടുംബത്തിൽ സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടാൻ അവസരം നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ സൗജന്യ വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി ഒക്കെ ഉണ്ട്. ഡിഗ്രിയിലേക്ക് പോകുമ്പോഴത്തേക്ക് വേറൊരു കൺസെപ്റ്റുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിലും സാമ്പത്തിക ശേഷിയില്ലാത്തതുകൊണ്ട് രക്ഷകർത്താക്കൾ പലപ്പോഴും കുട്ടികളെ വഴിതിരിച്ചു വിടുന്നുണ്ട്. എത്ര ഉന്നതമായ പഠനത്തിന് പോകാനും അവസരമുണ്ടാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തും. ഇനി മറ്റൊന്ന്, അത് കഴിഞ്ഞാലുള്ളത്, ഇവിടെ കഴക്കൂട്ടത്ത് ഞാൻ പോകുമ്പോൾ എത്രയോ ആളുകൾ, ഞങ്ങൾക്ക് വീടുകളില്ല, താമസിക്കാൻ വീടുകളില്ല. അപ്പോൾ ഭവനരഹിതർ ആരും ഈ കഴക്കൂട്ടത്ത് ഉണ്ടാകാൻ പാടില്ല. അതാണ്. അപ്പോൾ മരുന്ന് കൊടുക്കും, ഭക്ഷണം കൊടുക്കും, വീട് കൊടുക്കും. ഒപ്പം അവർക്ക് വീട്ടിലിരുന്ന് സ്ത്രീകൾക്ക് തൊഴിൽ ഉണ്ടാക്കി ധനമുണ്ടാക്കാൻ കഴിയുന്ന, സ്വയം പര്യാപ്തതയിലെത്തിക്കാൻ കഴിയുന്ന എൻ്റെ കുറേ കൺസെപ്റ്റുണ്ട്. കുറേ കുടിൽ വ്യവസായങ്ങൾ പോലെ അത് അവരെ കൊണ്ട് ചെയ്യാൻ വിപണനമെല്ലാം കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്യുകയും അവർക്ക് വരുമാനമുണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റൊന്ന്, എൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതിന്, ഞാനിവിടെ സ്ഥാനാർത്ഥി ആകേണ്ടി വരും എന്ന് തോന്നിയപ്പോൾ ഞാൻ അറിയുന്ന ഇടമായതുകൊണ്ട് ഞാൻ ഒരു കാര്യം, നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ പോരല്ലോ, നമ്മളെ തന്നെ സമർപ്പിക്കപ്പെടണം. ഞാനതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ ഞാൻ എൻ്റെ ഈ ശരീരം മുഴുവൻ മരണശേഷം എന്തൊക്കെ എടുക്കാൻ കഴിയുമോ അതൊക്കെ എടുക്കാനായിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്ത ആളാണ്. പക്ഷേ ഇനി എൻ്റെ ശരീരത്തിൽ നല്ലത് എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. മാർക്സിസ്റ്റ് പാർട്ടി ഏതൊക്കെ മനസ്സിലായി എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ഉള്ളത് എന്താണോ അത് ഞാൻ പരസ്യമായി പറയുന്ന കാര്യമാണ്. ഉള്ളത് എന്താണോ അതെടുക്കുക. അവയവദാനം എന്ന് പറയുന്ന ഒരു അവയവദാനം മഹാദാനമാണ്. അത് ഒരുപാട് പാവപ്പെട്ടവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. എൻ്റെ ദാനം ഒരാൾക്കും സർക്കാർ എടുത്തിട്ട് ചക്രത്തിരുന്ന് പൈസയ്ക്കൊന്നും വിൽക്കരുത്. ഏറ്റവും പാവപ്പെട്ടവർക്ക്, നിവൃത്തിയില്ലാത്തവർക്ക് യോജിക്കുന്ന, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പായി യോജിക്കുന്നവർ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അധികം ആർക്കും സാറിനെ അറിഞ്ഞുകൂടാത്തുള്ള കാര്യങ്ങൾ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഞാൻ ചോദിക്കാം. സാറിനുള്ള കവി ഇപ്പോഴും എഴുതാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് എഴുതാറുണ്ട്. ഈ ഇലക്ഷൻ ദൈവം സഹായിച്ച് ഉറങ്ങാനും സമയം കിട്ടിയിട്ടില്ല, കവിത എഴുതാനും സമയം കിട്ടിയില്ല. പക്ഷേ ചിലതൊക്കെ കാണുമ്പോൾ അറിയാതെ കവിത ഉള്ളിൽ ഇങ്ങനെ നൊലിഞ്ഞു വരാറുണ്ട്. ഞാൻ സാറിൻ്റെ വീട്ടിലൊരിക്കൽ വന്നപ്പോൾ വളരെ രസകരമായിട്ട് ഒരു പുസ്തകം അവിടെ ഇരുന്നു. അമ്മയെക്കുറിച്ചൊരു കവിതയാണ്. സാറിൻ്റെ മൊബൈലിലെ പ്രൊഫൈൽ നോക്കിയിരുന്നില്ല, അമ്മയുടെ പടമാണ്. അമ്മയായിട്ട് ഭയങ്കര ആത്മബന്ധം എല്ലാവർക്കും ഉണ്ട്. എന്നാലും സാർ വൈകാരികമായി ചോദിക്കരുത്. അമ്മയെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പതറിപ്പോവും. അത്രയാണ് അമ്മയായിട്ടുള്ള ഒരു ബന്ധം. അതുപോലെ തന്നെ ഒരുപക്ഷെ അമ്മയുടെ അതേ സ്ഥാനത്ത് കാണുന്ന കുറച്ച് നേതാക്കളുടെ ഇതും വീട്ടിലുണ്ട്. അപ്പം പാർട്ടിയും കുടുംബവും സാറിന് ഒന്ന് തന്നെയാണല്ലേ എപ്പോഴും? അതുപോലെ തന്നെയാണ് ജനങ്ങളും. ഞാൻ എൻ്റെ അമ്മയെയും അച്ഛനെയും പോലെ എന്ന് പറയാനും ചെയ്യാറില്ല. ഞാൻ എൻ്റെ അമ്മയെയും അച്ഛനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ ലീഡറെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അത് തന്നെയാണ്. അതിനപ്പുറം എനിക്കൊരു വിഗ്രഹമില്ല. അല്ല, നഷ്ടം എനിക്കുണ്ടായിട്ടുണ്ട്, ലാഭം ഉണ്ടായിട്ടുണ്ട്. നഷ്ടം ഞാൻ കണക്കാക്കുന്നില്ല. ഈ 3 പേരുടെ ആത്മാവാണ് എൻ്റെ ശക്തി. ഈ ശക്തിയാണോ സാർ ഞാൻ പറയുന്നത്? കഴക്കൂട്ടം എന്ന് പറയുന്ന ആ രാഷ്ട്രീയ ജോഗ്രഫിക്കകത്ത് സാറെന്ന് പറയുന്നൊരു പ്രതിഷ്ഠയാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥലത്തുനിന്ന്. സാറിന് എത്രമാത്രം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു ഇലക്ഷൻ നടക്കുന്നത്? ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ കുറേ നേരം സംസാരിച്ചു, വികസനത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷേ അടിസ്ഥാനപരമായി ആത്മാർത്ഥമായി കഴക്കൂട്ടം എന്ന് പറയുന്നത് നെഞ്ചിലേറിയോ? ഞാനൊന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ എൻ്റെ യാത്ര ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കാണ്. എൻ്റെ അഭ്യർത്ഥന പോലും ഹൃദയത്തിലൂടെയുള്ളൊരു യാത്രയാണ്. അപ്പോൾ അറിയാമല്ലോ, എന്നെ അറിയുന്ന കഴക്കൂട്ടത്തെ ജനത, ഞാൻ അറിയുന്ന കഴക്കൂട്ടത്തെ ജനത അവസാനം വരെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. അവർക്ക് അപമാനമുണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അവരുടെ വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അവരുടെ ആചാരങ്ങളെ മുറിവേൽപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല.
അവർക്കൊരു കൈത്താങ്ങായിരിക്കും ഞാൻ. ഇപ്പോൾ വോട്ടർമാർ എനിക്കൊരു കൈത്താങ്ങ് നൽകിയാൽ എൻ്റെ ജീവിതം തന്നെ ഞാൻ കഴക്കൂട്ടത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. സാർ പലപ്പോഴും ആരോഗ്യപരമായ പല പ്രതിസന്ധി, സാർ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ മുനയിൽ വരെ കുന്തമുന ഇറക്കിയ ഒരു അവസ്ഥയിൽ നിന്നെല്ലാം തിരിച്ചു വന്നിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പോലും സാറിൻ്റെ മനസ്സിൽ ബാധിച്ചിട്ടേയില്ല. ഈ ഇലക്ഷന് ഓടി നടക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ എനർജി വരുന്നത്? എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ശക്തിയും ഹൃദയത്തിൻ്റെ ഒരു ഒരു ഉൾവിളിയും ഒരു പുഷിങ്ങുമാണ്. അപ്പോൾ എനിക്ക് ഈ അക്രമങ്ങളൊക്കെ നേരിട്ടതിൻ്റെ പേരിൽ എനിക്ക് സ്വാഭാവിക പ്രായമൊക്കെ കൂടി വരുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് അത് ബാധിക്കുമല്ലോ. അതൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല, വേഗത പോരാ എന്ന് പറയുന്നത് പോലെ ഞാനിങ്ങനെ ആളുകളിലേക്ക് പരമാവധി എത്താൻ വേണ്ടി ശ്രമത്തിലാണ്. അപ്പോൾ എൻ്റെ ചിന്തയെയും എൻ്റെ നാവിനെയും എൻ്റെ പ്രവർത്തനങ്ങളെയും തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പോരാട്ടം അന്ത്യം വരെയും തുടരും. എൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഞാൻ ജനങ്ങളോടൊപ്പമായിരിക്കും. ഇനി എൻ്റെ ജീവിതം കഴക്കൂട്ടത്തുകാരോടൊപ്പമാണ്. ഒരു അവസാന ചോദ്യം. 1983 ഒക്ടോബർ 6 പീസായി വെട്ടിയിട്ട ശരത്ചന്ദ്ര പ്രസാദ് അവിടെ നിന്ന് പുനർജീവിച്ചു വന്നത് വളരെ ഒരു സാധാരണക്കാരനുമില്ലാത്ത അത്രമാത്രം ആവേശത്തോടുകൂടിയും അത്രമാത്രം എനർജിയോടുകൂടിയാണ് ആ വെട്ടേറ്റ് തിരിച്ച് താങ്കൾ വന്നത്. അതേപോലെ രാഷ്ട്രീയമായ 10-15 വർഷത്തെ വെട്ടേറ്റു എന്ന് പറഞ്ഞാൽ, താങ്കൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ആ വെട്ടിൽ നിന്നും പുനർജീവിച്ചു വന്ന പുതിയ ശരത്ചന്ദ്ര പ്രസാദാണോ ഇത്? ഞാനിവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മുദ്രാവാക്യം കടമെടുക്കുകയാണ്. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു. ആ മുദ്രാവാക്യം കടമെടുക്കുകയാണ്. എൻ്റെ ചോര വീണ ആ മണ്ണിൽ നിന്നാണ് 1000 പേരുടെ ശക്തിയോടെ ഞാനിപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. ആ ശക്തിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആ ശക്തിയോടൊപ്പം എൻ്റെ എതിർ രാഷ്ട്രീയ പാർട്ടികളെ സത്യത്തെ സത്യമായി കാണുന്ന ആളുകൾ ആ പാർട്ടിയിൽ നിൽക്കുന്നതാണെങ്കിലും അവരും എന്നെ പിന്തുണയ്ക്കും എന്ന പൂർണ്ണ വിശ്വാസം. ഈ ഇൻ്റർവ്യൂവിൽ ഉടനീളം അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് ഉടനീളം ഒരു രാഷ്ട്രീയക്കാരനെ പോലും താങ്കൾ കുറ്റം പറഞ്ഞില്ല, പഴി പറഞ്ഞില്ല, വിമർശിച്ചില്ല. താങ്കളുടെ വികസനത്തിനും താങ്കളുടെ നാട്ടുകാരെക്കുറിച്ചും മാത്രമാണ് പറഞ്ഞത്. അതുതന്നെയല്ലേ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും വലിയ വിജയത്തിന് ആവശ്യം? നമ്മൾ അവരെ പഴി പറഞ്ഞിട്ടല്ലല്ലോ വോട്ട് നേടേണ്ടത്. നമ്മളുടെ ഗുണം എന്താണ്, നമ്മൾ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി എന്ത്, ഈ ഒരു തത്വമാണോ താങ്കൾ എപ്പോഴും? ഞാൻ അനുഭവത്തിൻ്റെ പേരില്ല. ഞാൻ പണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോൾ വിമർശനമായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സർക്കാരിനെ വിമർശിക്കുക, എതിർ വിദ്യാർത്ഥി സംഘടന വിമർശിക്കുക, അല്ലെങ്കിൽ കോളേജ് അധികാരികളെ വിമർശിക്കുക. കാലം മാറി അനുസരിച്ച് കാലം ഒരുപാട് മാറ്റം എന്നിലും ഉണ്ടാക്കി. ഒരുപാട് അനുഭവ സമ്പത്ത് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി വിമർശിക്കാൻ പോയിട്ട് കാര്യമില്ല. ഈ ഒരു വിമർശനം എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് വെറുപ്പ്. നമ്മളൊരാളെ വിമർശിക്കുമ്പോൾ അറിയാതെ ഇത് കേൾക്കുന്ന ആളുടെ മനസ്സിൽ ഇവന് വേറെ ഒരു ജോലിയുമില്ലേ, ഒരു പോസിറ്റീവ്. അപ്പം നമ്മളൊരാളെ വിമർശിക്കുമ്പോൾ അറിയാതെ ഒരു നെഗറ്റീവ് എനർജി നമുക്കുണ്ടാവും. അപ്പോൾ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി ആളുകളോട് പെരുമാറുക, പോസിറ്റീവായുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിലൂടെ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് 1000 ജന്മത്തിൻ്റെ ബലം നമുക്ക് കിട്ടും. കാവ്യാത്മകമായ ആ വാക്കുകളോടുകൂടി കവിയും രാഷ്ട്രീയക്കാരനും എന്നാൽ ഹൃദയം കൊണ്ട് വോട്ടുകൾ ചോദിക്കുന്ന ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് MLA എന്ന് വീണ്ടും ഞാൻ പറയുന്നു. ഈ സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി. ഒരു വലിയൊരു വിജയം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് സുഹൃത്ത് പറഞ്ഞതുപോലെ ഇനിയൊരു 25 വർഷം കഴക്കൂട്ടത്തിലുള്ളതാണ്. താങ്ക് യു സോ മച്ച് സർ.